അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചോറും ഒരു മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരാൾക്ക് ഒന്നും മതി, അത്രയും ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാനിതാ ഈ ബൗളിൽ ഒരു അരപ്പാത്രം ചോറെടുത്തിട്ടുണ്ട്. അരപ്പാത്രം ചോറെടുക്കുമ്പോൾ നമ്മൾ ഒരു ബൗൾ മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അര ബൗൾ ചോറെടുക്കുമ്പോൾ അതിന് ഒരു ബൗൾ മൈദയാണ് കേട്ടോ. പ്രാവശ്യം നമ്മൾ മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് കേട്ടോ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അളവുകൾ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളും അതുപോലെ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഉടച്ച് ഇതാകൊന്നും വേണ്ട. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളാവുകളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഏത് നേരത്തും കഴിക്കാൻ പറ്റും. അതേപോലെ നമുക്കിത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം, അതേപോലെ ലഞ്ച് ബോക്സിലും കൊടുത്ത് വിടാം. വേണമെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഞാനിതിന് പേരിട്ടിരിക്കുന്നത് മുട്ടപ്പൊതി എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ബൗളിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേറൊരു ബൗളൊന്നും പെനക്കണ്ട. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. മിക്സിയുടെ ജാറൊക്കെ നല്ലോണം പഠിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ പരുവം ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ആ ഒരു ബൗൾ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഫില്ലിങ് നമ്മൾക്ക് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ആ ഫില്ലിങ് തയ്യാറാക്കുവോളം നമുക്ക് ഇതൊന്നിവിടെ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട, നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 4 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ സവാള. അപ്പോൾ ആദ്യം ഞാൻ ഒരു 3 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. ആദ്യം ഈ എണ്ണയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചോവയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുകയോളം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഞാൻ 4 സവാളി, 1 തക്കാളി, 2 പച്ചമുളകും കൂടി ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ മൊത്തത്തിൽ ഈ ഫില്ലിങ് കറക്റ്റാണ് കേട്ടോ നമ്മൾ എടുത്ത ബാറ്ററിന്. അപ്പോൾ ഞാൻ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുണ്ട്, മീഡിയം അല്ല, ഒന്നും കൂടി വലിപ്പമുണ്ടാവും. അങ്ങനത്തെ 2 എണ്ണം, പിന്നെ ഒരു മീഡിയം സൈസ് 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു വലിയ തക്കാളി, ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വേഗത്തിൽ വഴന്ന് കിട്ടും. കൂടുതൽ നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, 1.5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലയാണ്, അത് 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയായതുകൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെന്ന് വെച്ചാൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പച്ചമണം മാറുവോളം ഒന്ന് മിക്സാക്കി എടുക്കുക. പച്ചമണം മാറി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഫില്ലിംഗ് ഒന്നും ഒട്ടും നനവൊന്നുമില്ല. അതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കുണ്ടുള്ള ചട്ടി വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാനിതിലേക്ക് കറക്റ്റ് 5 മുട്ടയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 5 മുട്ട ഞാൻ പുഴുങ്ങി 2 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുറവായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് അല്ലെങ്കിലോ നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് നല്ല ആരെടുത്ത് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ബേക്കിംഗ് സോഡ ചേർത്തെടുക്കുമ്പോൾ എന്നിട്ടൊരു 1.5 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക നമ്മളെ പാനിൽ. എന്നിട്ട് ഈ പാനിൽ എല്ലാ ഭാഗത്തൊന്നും ആദ്യത്തെ പ്രാവശ്യം മാത്രം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടിയാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു തവി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണോളൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആകുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിൽ ഒരു പീസ് എടുത്തിട്ട് ഇതിലൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്ററി ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിത് കവർ ചെയ്യാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. അതിങ്ങനെ ഇതുപോലെ ഒന്ന് കവർ ചെയ്യാൻ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇത് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മുട്ടയുടെ മേലെയും നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ ഒരു പുറം ഒന്ന് മൊരിഞ്ഞ് വരുന്നല്ലാണ്ട് വേവില്ല. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു പുറം. എന്നിട്ട് നമുക്ക് ഇത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ മൈദയും മുട്ടയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. ഒരെണ്ണം തന്നെ നമുക്ക് വയറ് നിറയെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരെണ്ണം മാത്രമൊന്നല്ല കേട്ടോ കഴിക്കുള്ളൂ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇത് ഓരോരെണ്ണം വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അതേപോലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കുക. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അവർക്ക് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒന്നിങ്ങനെ കൈകൊണ്ട് തിരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കൈയൊന്നും പൊള്ളൊന്നുമില്ല. നമ്മൾ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഇങ്ങനെ തിരിക്കാനും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ഒരു ടീസ്പൂണോളം തന്നെ ഉണ്ടാവുള്ളൂ മുക്കിയെടുക്കുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മാവിന് ഈ ഫില്ലിങ്ങും നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയുടെ കണക്കും കറക്റ്റാണ് കേട്ടോ. 5 മുട്ടയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഫില്ലിങ് ഇതിൽ ഒരു അത്യാവശ്യം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ മുട്ട എടുത്തിട്ട് ഇതിൽ കമഴ്ത്തി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്ങിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചോളൂ. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ മേലെ കവർ ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാറ്ററിൻ്റെ അളവൊക്കെ എടുക്കുക. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി പകുതി ഗോതമ്പ് പകുതി മൈദയും വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക. വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. നമ്മൾ എപ്പോഴും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒന്നും മൈദ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു സ്പൂണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ സൈഡും വെന്തിട്ടുണ്ട് കണ്ടല്ലോ. നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ലതിലൊന്ന് വെന്ത് കിട്ടും കണ്ടല്ലോ. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മടുക്കുകയല്ല കേട്ടോ. അത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്.
അപ്പോൾ ചോറ് ബാക്കി വരുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ചോറ് ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും. നമ്മൾ ചോറ് ചേർക്കാണ്ട് വെറും മുട്ട ഇതാക്കി എടുക്കുമ്പോൾ ഒരു മിണുമിണുപ്പ് പോലെ ആവുള്ളൂ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ മൂന്നാമത്തത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഓരോന്നോരോന്ന് എടുത്തു കൊണ്ടുവന്ന് തുടങ്ങി. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഇതുപോലെ ഇങ്ങനെ കടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഫില്ലിങ്ങോട് കൂടി കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. എല്ലാ ഭാഗത്തും ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പികളുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.